ഹായ്, ഇത് സനശ്വര ശ്രീകുമാർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് എന്നൊക്കെ പറയാറായി, കാരണം അത്രയധികം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻസ്പയറിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആവുന്നുണ്ടല്ലോ, എൻ്റെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആണല്ലോ എന്നൊക്കെ അറിയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. Okay, അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ many of you are asking about HR payroll, so I thought I'll do a video about HR payroll. What all are the steps, platforms, and what is payroll? എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ബേസിക് ബ്രീഫ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. First of all, payroll is not about just giving salaries. It's about ട്രാക്കിംഗ് ദി അറ്റൻഡൻസ്, ബെനിഫിറ്റ്സ് നോക്കുന്നു, അതുപോലെ തന്നെ അവരുടെ ഡാറ്റാസ് കീപ്പ് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഒരു ബേസിക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെസസറി എവറിത്തിങ്. പേറോൾ ഇസ് എവറിത്തിങ്. നമുക്ക് വർക്ക് ചെയ്യുന്നത് സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാലറിയുടെ ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് തുടക്കം തൊട്ടേ ഈ പേറോൾ വഴിയാണ് നമ്മൾ ഓരോ എംപ്ലോയിയുടെ കാര്യങ്ങളും അവർക്കുള്ള പേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ പേറോൾ വഴിയാണ്. ബേസിക്കലി പേറോളിൽ 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക. കളക്ടിങ് ഇൻഫർമേഷൻ, ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറയും. അതായത് അവരുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പാൻ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ എംപ്ലോയി റെക്കോർഡ്സിൽ വെക്കുക. അതുപോലെ നമ്മുടെ അക്കൗണ്ടിൻ്റെ സാലറി പ്രോസസ്സ് ചെയ്യുന്ന അക്കൗണ്ടിലോട്ട് അവരുടെ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് പേറോളിൽ വരുന്നത്. സെക്കൻഡ് ഇസ് അറ്റൻഡൻസ് മാനേജ്മെൻറ്റ്. ഞാൻ ചെയ്യുന്നത് എക്സൽ വഴിയാണ്. കാരണം മെനി ഓഫ് ദ സ്മോൾ കമ്പനീസ് ആർ ഡൂയിങ് പേറോൾ ബൈ യൂസിങ് എക്സൽ. അല്ലാതെ വലിയ വലിയ കമ്പനീസൊക്കെ ആണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഞാൻ എൻഡ് ഓഫ് ദി വീഡിയോ പറയാം. എക്സൽ വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ അവരുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് ഈ ടൈം ഷീറ്റ് വഴിയാണ്. ദിസ് ഈസ് എ ടൈം ഷീറ്റ്. ഓക്കെ, അപ്പം ഇതിനകത്ത് അവരുടെ ടൈം ഇൻ, ടൈം ഔട്ട്, ലഞ്ച് ബ്രേക്സ്, എവറിത്തിങ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതിനകത്ത് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടോ, ഓവർ ടൈം ഉണ്ടോ എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ടൈം ഷീറ്റ് വഴിയാണ്. ദ തേർഡ് സ്റ്റെപ്പ് ഇസ് സാലറി കാൽക്കുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടൈം ഷീറ്റ് യൂസ് ചെയ്തിട്ട് അതൊന്ന് റെഫർ ചെയ്തിട്ട് നമുക്ക് ഓവർ ടൈം ഉണ്ടോ, എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടോ, ബോണസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അതൊന്ന് ബ്രീഫ് ചെയ്ത് വെക്കും. ദെൻ ദ സാലറി വിൽ ബി ഡിവൈഡഡ് ഇൻ ടു HRA, അലോവൻസ്, ഡിഡക്ഷൻസ്, അങ്ങനെ ആക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്തു, അപ്പോൾ എനിക്കൊരു 100 റുപ്പീസ് കൂടി വിചാരിക്കും. അങ്ങനെ ഒരു 5 ദിവസം ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു 500 അഡീഷനായിട്ട് കിട്ടാനുണ്ട് ഓവർ ടൈം ചെയ്തിട്ട്. പിന്നെ അതുപോലെ എനിക്ക് എന്തെങ്കിലും, ഇപ്പം ഞാനൊരു അഡ്വർടൈസിങ് കമ്പനി ആയതുകൊണ്ട് മേ ബി സംടൈംസ് വി ഹാവ് ടു ഗോ ടു ഷൂട്ട്സ്. അപ്പോൾ ഷൂട്ടിന് പോകുമ്പം എനിക്കെന്തെങ്കിലും ട്രാവൽ അലൗവൻസ് തരുവാണ്. ഇപ്പം ഊബറോ ബുക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ട്രാവൽ അലൗവൻസ് തരുവാണെങ്കിൽ അതും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തൊരു എക്സാമ്പിളാണ് കേട്ടോ. പല കമ്പനിയിൽ പല രീതിയിലാണ് ട്രാവൽ അലൗവൻസ് വരുന്നത്. ചിലവർക്ക് മന്ത്ലി കിട്ടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ സെയിൽസ് ഓഫീസർ, BDOനൊക്കെ നമ്മൾ മന്ത്ലി ട്രാവൽ അലൗവൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് പിച്ചിങ്ങിനൊക്കെ പോകുന്ന കാരണം അവർക്ക് ഒരു മന്ത്ലി ഒരു ടൈം ആകുമ്പോഴത്തേക്കും 5000 റുപ്പീസാണ് നിങ്ങളുടെ ട്രാവൽ അലൗവൻസ് എന്ന് പറഞ്ഞിട്ട് ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ അത് പ്ലസ് എന്തെങ്കിലും ഡിഡക്ഷൻസ്, പിന്നെ ബേസിക് നമ്മുടെ ഗവൺമെൻറ് രീതിയിലുള്ള എന്തെങ്കിലും PF, ESI അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്. ഇപ്പോൾ എൻ്റെ കമ്പനിയിലാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻഷുറൻസിൻ്റെ ഒരു ഡിഡക്ഷൻ ഇത്ര ശതമാനം നമ്മുടെ എംപ്ലോയീസും ഇത്ര ശതമാനം നമ്മുടെ കമ്പനിയും അടയ്ക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എത്രയാണ് ബേസിക് നെറ്റ് പേ വരുന്നത് എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഗ്രോസ് സാലറി മൈനസ് ഡിഡക്ഷൻ ഈക്വൽ ടു നെറ്റ് പേ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫോർമുല വരുന്നത്. പിന്നെയുള്ള സ്റ്റെപ്പ് 4 ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ PF, ESI അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അതും കൂടെ ഡിഡക്ഷൻ ചെയ്യുന്ന ആ ഒരു ഇതാണ് ഈ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ എംപ്ലോയി റെക്കോർഡ്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായില്ല? എംപ്ലോയി റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ആ ടൈം ഷീറ്റിലെ ടൈം ഇൻ, ടൈം ഔട്ട്, അതേപോലെ തന്നെ അവരുടെ ഡിഡക്ഷൻസ്, ട്രാവൽ അലൗവൻസ്, ഈ ലേറ്റായി വന്നവരുടെ ലേറ്റ് കമ്മിങ്ങിൻ്റെ ചെറു ഡിഡക്ഷൻ ഉണ്ടാവും. അതാണ് ആദ്യം ചെയ്യുക. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസ് എന്ന് പറയുമ്പോൾ ഈ ESI, PF അതൊക്കെ ഒന്ന് നോക്കിയിട്ട് 4th സ്റ്റെപ്പ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കൊരു നെറ്റ് പേ കിട്ടിയിട്ടുണ്ടാവും. ദ 5th സ്റ്റെപ്പ് ഇസ് പേ ഔട്ട് ആൻഡ് പേ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാലറി പ്രോസസ്സ് ചെയ്യും. നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണോ പോകേണ്ടത്, ഇന്നവർക്ക് ഇത്രയും സാലറിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊടുക്കും. ദെൻ പേ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പേ സ്ലിപ്പ് കിട്ടും. ഇങ്ങനെ ആയിരിക്കും ഒരു പേ സ്ലിപ്പ് ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക് ഓഫ് പേറോൾ എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു കുറച്ചുകൂടെ ലോങ് ആയിട്ട് ഇലാബറേറ്റ് ആയിട്ട് പറയാം. പക്ഷേ പേറോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, ദെൻ അവരുടെ ടൈം ഷീറ്റ് മാനേജ് ചെയ്യുന്നു. അതിനകത്തെ ഡിഡക്ഷൻസ്, ഓവർ ടൈം, ടൈം ഇൻ, ടൈം ഔട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
നോക്കുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ PF ESI അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നു. ദെൻ പേ ഔട്ട് ആൻഡ് പേ സ്ലിപ്പ്. ഇനി വലിയ കമ്പനീസ് യൂസ് ചെയ്യുന്ന കുറച്ച് പേറോൾ സോഫ്റ്റ്വെയർസ് ഞാൻ പറഞ്ഞുതരാം. SAP HCM, ഗ്രേറ്റ് HR, ടാലി ബുക്ക്, ക്വിക്ക് ബുക്ക് എന്നുള്ള പറയുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ വലിയ ആൾക്കാർ. പിന്നെ സോഹോ പേറോൾ, ഇതൊക്കെയാണ് വലിയ കമ്പനീസ് യൂസ് ചെയ്യുന്നത്. സ്മോൾ കമ്പനീസ് ഓൾവേസ് യൂസ് എക്സൽ ആസ് ഇറ്റ് ഈസ് ഈസി ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് ഹെക്ടിക്, ബട്ട് ട്രഡീഷണൽ വേ ആയിട്ട് ചെയ്ത് തുടങ്ങാൻ എക്സൽ ഈസ് ദി ബെസ്റ്റ്. ബിക്കോസ് ടൈം ഷീറ്റ് നമുക്കതിനകത്ത് എത്ര സെൽസ് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ട് ചെയ്യാം. സോ ടു കൺക്ലൂഡ്, പേരോളിൽ ഞാനെല്ലാം പറഞ്ഞു. ഇതിനകത്ത് ഒരു കാര്യം വിട്ടുപോയി, ഡിഡക്ഷൻസിൽ നമ്മുടെ ലീവൊക്കെ വരും. ചിലവർ പ്രൊബേഷൻ പീരീഡിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുക്കുമ്പോൾ ലോസ് ഓഫ് പേ LOP ആവും. അപ്പോൾ എത്ര LOP ഉണ്ടെന്നൊക്കെ അനുസരിച്ച് അത് നമ്മൾ ടൈം ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് ഡിഡക്ഷൻസ് ഒക്കെ വരിക. ഞാൻ വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. സോ പേരോൾ ഈസ് ഓൾ അബൌട്ട് managing the attendance, keeping the records, leave records, additional payments, അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ആൻഡ് എവറിത്തിങ്. ഇറ്റ്സ് അബൌട്ട് പേയിങ്. അവർക്ക് എത്രയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പേറോൾ എന്ന് പറയുന്നത്. HR-ൻ്റെ ഒരു ബേസിക് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ആണ്. ഓക്കെ, അഡീഷണൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ വീഡിയോയിലും ഞാൻ ടിപ്സ് പറയാറുണ്ട്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പേറോളിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ SAP HCM എന്ന് പറയുന്ന കോഴ്സ് എന്തായാലും എടുക്കുക. അതുപോലെ തന്നെയുള്ളതാണ് ഈ സോഹോ എന്ന് പറയുന്നതും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മെയിൽ ID എന്ന് പറയുന്നത് സോഹോ മെയിലാണ്. ബട്ട് ഇത് സോഹോ തന്നെ പേറോള് അങ്ങനെ പല പല പ്ലാറ്റ്ഫോംസ് ആയിട്ടുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ചെറുതാണെങ്കിലും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ടൊക്കെ ഒരുപാട് താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ until then, bye bye.